Hello friends, here Bellas are back with another video. ഇന്ന് നമ്മൾ നമ്മുടെ കിച്ചണിൽ ഒരു ഹോളി സെലിബ്രേഷൻ മോഡ് റീക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. എങ്ങനെ ഹോളി പുട്ട് ഉണ്ടായിക്കൊണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഞാൻ ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്, പിന്നെ ക്യാബേജ് എടുത്തിട്ടുണ്ട്. വയലറ്റ് കളറിന് വേണ്ടി ക്യാബേജാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് എള്ളും എടുത്തിട്ടുണ്ട്. എല്ലാം മാവുമായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് നന്നായിട്ട് അരച്ചെടുത്തു. ഇനി നമുക്ക് മിക്സ് ചെയ്യാം. അതിനായിട്ട് 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ലേശം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ആ മാവ് നമുക്ക് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം. ഇതാ ക്യാരറ്റ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് ബീറ്റ്റൂട്ടും മാവും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ക്യാരറ്റ് മിക്സ് ചെയ്ത പോലെ തന്നെ 1 കപ്പ് മാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ബീറ്റ്റൂട്ട് അരച്ചത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീറ്റ്റൂട്ട് വളരെ കുറച്ചിട്ട് കൊടുത്താലും പെട്ടെന്ന് തന്നെ ആ ഒരു റെഡ് കളർ കിട്ടും. നമ്മുടെ ബീറ്റ്റൂട്ടിൻ്റെ മിക്സും റെഡി ആയി കഴിഞ്ഞു. ഇതുപോലെ തന്നെ നമുക്ക് ക്യാബേജിൻ്റെയും എള്ളിൻ്റെയും കൂട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. ഇവിടെ മൊത്തത്തിൽ 5 കളറാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്: ഓറഞ്ച്, റെഡ്, വയലറ്റ്, ബ്ലാക്ക്, വൈറ്റ്. അപ്പം നമുക്ക് അത് ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. ക്യാബേജിൻ്റെത് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എള്ളിൻ്റെ മിക്സും റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് വൈറ്റാണ് വേണ്ടുന്നത്. അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് തേങ്ങയും ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടാണ് വൈറ്റ് കളറിൻ്റെ നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. മാവെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് പുട്ടോടെ അടുപ്പത്ത് വയ്ക്കാം. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് പുട്ടുകുറ്റിയിൽ മാവൊന്ന് ഇട്ട് നിറച്ചെടുക്കാം. നമുക്ക് വേണ്ടുന്ന കളറിൻ്റെ ഓർഡറിൽ വേണം പുട്ടുകുറ്റിയിൽ മാവ് നിറച്ച് കൊടുക്കാൻ. നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച മിക്സൊക്കെ ഒരുവിധം ഡ്രൈ ആയി തുടങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അഥവാ അങ്ങനെ ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം തളിച്ച് കൊടുത്ത് അതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം പുട്ടുകുറ്റിയിൽ നിറയ്ക്കുക. ഞാനിവിടെ റെഡ്, വയലറ്റ്, ഓറഞ്ച്, ബ്ലാക്ക്, വൈറ്റ് ആ ഒരു ഓർഡറിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇടയ്ക്ക് ഇത്തിരി തേങ്ങാപ്പീരയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കി കളറും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് നിറച്ചെടുക്കാം. പുട്ടുകുടത്തിൽ വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കപ്പോഴത്തേക്കും ഇതൊന്ന് ആവി കയറ്റാൻ വേണ്ടി വയ്ക്കാം. ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി മറ്റൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. അങ്ങനെ നമ്മുടെ ഹോളി പുട്ട് റെഡിയായി കഴിഞ്ഞു. ക്യാബേജിൻ്റെയും ബീറ്റ്റൂട്ടിൻ്റെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇതിലിപ്പോൾ അതിൻ്റെ ഒരു വിധത്തിലുള്ള ടേസ്റ്റോ ചവർപ്പോ അങ്ങനെ ഒന്നും ഉണ്ടായിരിക്കില്ല. എന്നാൽ അതിൻ്റെയൊക്കെ ഗുണം നമുക്ക് കിട്ടുകയും ചെയ്യാം. അപ്പോൾ എന്തുകൊണ്ട് നല്ലൊരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്യാം.